യെസ്, അപ്പോ വീണ്ടും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, ഇതുപോലെ പാട്ടുണ്ട്, വർത്തമാനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രേക്ഷകരെ വെൽക്കം ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിരവധി പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കറണ്ട് ഇല്ല, മഴയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെയാണ്, സംസ്ഥാനത്ത് കാലവർഷം തിമിർത്ത് പെയ്യുകയാണ്. അതെ, 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇന്ന് നിർത്താതെ അവിടെ മഴ പെയ്യുകയും ചെയ്തു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും വടക്കൻ കേരള തീരത്തെ ന്യൂനമർദ്ദ പാത്തിയും കാലവർഷം വീണ്ടും ശക്തമാകാൻ കാരണമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാലും അടുത്ത കാലത്തൊന്നും മഴ തീരില്ല. 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നത്. ഭാരതപ്പുഴ ഉൾപ്പെടെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കല്ലാർകുട്ടി, പെരിങ്ങൽകുത്ത് ഡാമുകൾ തുറന്നിട്ടുണ്ട്. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ പലയിടത്തും വൻമരങ്ങൾ കടപുഴകി വീണു. ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധിച്ചു. പന്തളത്താണ് വൈകുന്നേരം 4 മണിയോടെ മിന്നൽ ചുഴലിക്കാറ്റുണ്ടായത്. യക്ഷിവിളക്കാവിന് സമീപം 10 ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മരങ്ങൾ കടപുഴകി വീണ് റാന്നിയിലെ കുളത്തിൽ വീട്ടിൽ മനോജിന്റെ വീട് ഭാഗികമായി തകർന്നു. കനത്ത മഴയിൽ പാലക്കാട് കാക്കത്തറയിൽ ഇളയപുരയ്ക്കൽ സരോജിനിയുടെ വീട് തകർന്നു വീണു. സരോജിനിയും മകനും മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നാദാപുരത്ത് ഈയങ്കോട് വെളിയാറ വിമലയുടെ ഇരുനില വീടും മഴയിൽ തകർന്നു. വിമല മകന്റെ കൂടെ താമസിക്കുന്നതിനാൽ അപകടം ഒഴിവായി. ചാലിയത്ത് വിറകുപുര വീണ് ഓട്ടോറിക്ഷ തകർന്നു. ചാലിയം കുന്നുമ്മൽ മൊയ്തീൻ കോയയുടെ വീടിന്റെ വിറകുപുരയാണ് തകർന്നത്. പാലക്കാട് തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം വീണ് ഓടുകൾ തകർന്നു. ചുമരുകൾക്കും ബലക്ഷയം സംഭവിച്ചതിനാൽ സ്കൂളിന് നേരത്തെ അവധി പ്രഖ്യാപിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോട്ടയം ജില്ലയിലും മഴ കനത്ത നാശം വിതച്ചു. ചിങ്ങവനം കനകക്കുന്നിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പാമ്പാടി ചെമ്പക്കരയിൽ സ്കൂട്ടർ യാത്രികരുടെ മുകളിലേക്കാണ് മരം വീണത്. വൈക്കത്ത് വെച്ചൂർ റോഡിൽ കാറുകളുടെ മുകളിലേക്ക് മരം വീണു. എറണാകുളം എടക്കാട്ടുവയലിൽ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുത ബന്ധം തകരാറിലായി. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണു. ഇലക്ട്രിക് ലൈനിന് മുകളിലാണ് മരം കടപുഴകി വീണത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. അയ്യപ്പൻകോവിൽ ആലടിയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. കനത്ത മഴ തുടരുന്നതിനാൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചു. തൃത്താല വെളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ, ശക്തമായ മഴയാണ്. പലയിടങ്ങളിലും മഴ ശക്തമായി പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില കെടുതികളുണ്ട്, നാശനഷ്ടങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അപ്പോൾ നാളെ പ്രത്യേകിച്ചും പലയിടങ്ങളിലും റെഡ് അലേർട്ട് ഉണ്ട്. അപ്പോൾ അത് വിശദമായി നമുക്കത് നോക്കാം. എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ, ജാഗ്രത എവിടെയൊക്കെ കൃത്യമായി പാലിക്കണമെന്ന് നോക്കാം. സംസ്ഥാനത്ത് 4 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട,
ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെയും മറ്റന്നാളും 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്നായി മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പിടികിട്ടി കാണും. ഇവിടേക്കുള്ളവർ ജാഗ്രത പാലിക്കുക, മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് ശ്രദ്ധ പതിപ്പിക്കുക. അപ്പോൾ അതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നാളെ അവധിയുണ്ടോ എന്നൊക്കെ. അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കും. ഇനി നമ്മളെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ആ റിപ്പോർട്ടിലേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. അതെ, നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 2 ദിവസം എന്ന് പറയാം പൂർണ്ണമായും ഒരാൾക്കുള്ള തിരച്ചിലായിരുന്നു രക്ഷാദൗത്യം. പക്ഷെ അത് ഒടുവിൽ വിഫലമാവുകയായിരുന്നു. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തൊട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ജോയിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. 47 മണിക്കൂറത്തെ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിന് സമീപം പൊങ്ങിയത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജിലെത്തിച്ചു. മന്ത്രിമാരും മേയറും ജനപ്രതിനിധികളും മെഡിക്കൽ കോളേജിലെത്തി. 3 ദിവസം രാപ്പകലില്ലാതെ ശ്രമിച്ചിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനാകാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങിപ്പൊട്ടി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30-യോടെ സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. ഏക ആശ്രയമായിരുന്ന മകന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്ന അമ്മ മെൽഹിയുടെ മുന്നിലെത്തിയത് ചേതനയറ്റ ശരീരം. അമ്മയുടെയും ബന്ധുക്കളുടെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മേയർ ആര്യ രാജേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ബഹുമാന്യനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് MLAയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ചും ഉടൻ തീരുമാനമുണ്ടാകും. ഇവിടെ നിന്നുമാണ് ജോയി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത്. മടങ്ങി വരുമെന്ന ഉറപ്പിന്മേൽ. അപകട വാർത്ത എത്തുമ്പോഴും മടങ്ങി വരുമെന്ന പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ മടങ്ങിയെത്തിയില്ല. മാലിന്യ കൂമ്പാരം ജീവനെടുത്തു. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. എന്നാൽ ആ കുടുംബത്തിന് അത് വലിയ നോവാണ്. ഈ രീതിയിൽ ഒരു തൊഴിലിനായി പോയ ഒരാൾ തിരികെ വീട്ടിലേക്ക് എത്താതിരിക്കുന്ന ഒരവസ്ഥ, പിന്നീട് അനിശ്ചിതത്വം, നീണ്ട മണിക്കൂറുകൾ തെരച്ചിൽ, ഇതെല്ലാത്തിനു ശേഷം ആ രക്ഷാദൗത്യം വിഫലമാവുന്നു. അപ്പോൾ ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, അവർക്കുണ്ടായ വേദന, അതിൽ നമ്മളും പങ്കാളികളാവുകയാണ്, പങ്കുചേരുകയാണ്. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ഇതേ മാനസികാവസ്ഥയാണെന്ന് നമുക്കറിയാം. മാത്രമല്ല ഇനി ഈ ഒരു വാർത്ത വന്നതോടുകൂടി എത്രയധികം വേസ്റ്റ് കുന്നുകൂടി കിടപ്പുണ്ട് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ്റെയൊക്കെ അടിയിലെന്നുള്ളത് വ്യക്തമായല്ലോ. അപ്പോൾ അത് പ്രേക്ഷകർക്ക് ശരിക്കും നന്നായി കാണാനും സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിലൂടെ. അപ്പോൾ ഇനി ഒരു കുപ്പിയാണെങ്കിലും വലിച്ചെറിയുമ്പോൾ ഓർക്കുക, നമ്മൾക്ക് കൂടി ഇതിലെല്ലാം ഉത്തരവാദിത്തമുണ്ട്, അധികൃതർക്ക് മാത്രമല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും. മാത്രമല്ല എടുത്തുവരേണ്ട മറ്റൊരു കാര്യമാണ് രക്ഷാദൗത്യം നടത്തിയ ആൾക്കാരുടെ അവരുടെ എഫേർട്ട്. അത് വിഫലമായെങ്കിൽ കൂടി അവർ മണിക്കൂറുകളായി അവർ നടത്തിയ പരിശ്രമം, അതും അത്തരമൊരു മാലിന്യ കുഴിയിൽ, മാലിന്യ കൂമ്പാരം എന്ന് പറയാം, മാലിന്യത്തോട് എന്ന് പറയാം, അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനം അത് സമാനതകളില്ലാത്തതാണ്. അവർക്ക് സല്യൂട്ട് നൽകിയേ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ എപ്പം നമുക്ക് എന്നും വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് സുഖമുള്ള കാര്യമല്ല. നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന വാർത്തകൾ കൂടി നമ്മൾ അറിയണം. ഒരു ദിനം അവസാനിക്കുമ്പോൾ അങ്ങനെ വേണം നമ്മൾ ഉറങ്ങാൻ പോകാൻ എന്നത് നമ്മൾക്ക് ഉറപ്പുള്ള കാര്യമാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഈ അശുഭ വാർത്തകൾക്കിടയിലേക്ക് ചില ശുഭവാർത്തകൾ കൂടി കൊണ്ടുവരികയാണ്. നോക്കാം എന്തൊക്കെയാണ് ആ ശുഭവാർത്തകൾ. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മലപ്പുറം മമ്പുറം നേർച്ച ജാതിമത ഭേദമന്യേ അന്നദാന ചടങ്ങിനെത്തിയത് 1,00,000-ലധികം പേർ. ഒരാഴ്ച നീണ്ടുനിന്ന നേർച്ചയ്ക്ക് സമാപനം. വയനാട് മൺസൂൺ മഡ് ഫെസ്റ്റിന് സമാപനം. ചെളിക്കളത്തിൽ നിറഞ്ഞ കാൽപന്ത് മത്സരത്തോടെ ഫെസ്റ്റ് കൊടിയിറങ്ങി. മൺസൂൺ മഡ് ഫെസ്റ്റ് 2ാം സീസണിൽ ലഭിച്ചത് ആവേശകരമായ സ്വീകരണം.
വർഷം കൊണ്ട് ഒറ്റയ്ക്ക് ക്ഷേത്രക്കുളം നിർമ്മിച്ച് ശ്രദ്ധേയനായ യുവാവ്. കാസർഗോഡ് ചാത്തമത്ത് സ്വദേശി VK വിനീഷ് കുളം നിർമ്മിച്ചത് 1 ലക്ഷത്തോളം ചെങ്കല്ലുകൾ ഉപയോഗിച്ച്. ശ്രദ്ധേയമായി പൂവാലം കൈ അയ്യപ്പക്കോട്ട ശാസ്തമംഗലത്തപ്പൻ ക്ഷേത്രക്കുളം. നല്ല ഭംഗിയുള്ള ക്ഷേത്രക്കുളം 1 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് നിർമ്മിച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ എന്തായാലും അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും ചിത്ര. അപ്പോൾ പ്രവിത, ഈ ചിത്രശലഭങ്ങൾ, പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? നല്ല കളർഫുൾ ആയിട്ടുള്ള കുറെ. എല്ലാവർക്കും അറിയില്ല, കളർഫുൾ ആണല്ലോ ചിത്രശലഭങ്ങൾ. അതല്ലാതെ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് എന്താണ് വരുന്നത്? എന്ത് ഫീലാണ് വരുന്നത്? ഭയങ്കര സന്തോഷം അല്ലെ, ആഹ്ലാദം. ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന മനസ്സുണ്ടാകുന്ന ഒരു സുഖം അത് വേറെയാണ് അല്ലേ. ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം, പറക്കുന്ന സൗന്ദര്യം എന്നൊക്കെ പറയാം പൂമ്പാറ്റകളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് എൻ്റെ നാട്ടിലേക്കാണ്. എവിടേക്കാണ്? കോട്ടയത്തേക്കാണ്. അവിടെ കലാലയ മുത്തശ്ശിയായ CMS കോളേജിലേക്ക് എത്തിയ കുറച്ച് അതിഥികളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതൊരു സസ്പെൻസ് ആണ്. അപ്പൊ അത് നമ്മൾ പൊളിക്കുന്നില്ല, കണ്ടറിയുക. വിവിധ വർണ്ണങ്ങളിൽ ചിറക് വിരിച്ച് പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ കലാലയ മുത്തശ്ശിയുടെ ഭംഗി കൂട്ടുന്നു. ക്യാമ്പസിലെ ചെടികൾക്കും പൂക്കൾക്കുമിടയിലൂടെ അവർ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുകയാണ്. വർണ്ണാഭമായ ഈ കാഴ്ച കാണാൻ വിദ്യാർത്ഥികൾക്കും ഏറെ സന്തോഷം. എന്നാൽ ഇവരെ ശല്യം ചെയ്യാനൊന്നും വിദ്യാർത്ഥികൾ ശ്രമിക്കാറുമില്ല. ചിത്രശലഭങ്ങൾക്കായി ഒരു പൂന്തോട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട് CMS കോളേജ്. 40-ലധികം വൈവിധ്യമാർന്ന ശലഭങ്ങൾ ഇവിടെയുണ്ട്. സുവോളജി വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത്. പഠനങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബട്ടർഫ്ലൈ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബട്ടർഫ്ലൈസിന് വേണ്ടതായ ഹോസ്റ്റ് പ്ലാന്റുകൾ നമ്മളിവിടെ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ഒക്കെ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ബട്ടർഫ്ലൈസിന് വേണ്ടതായ ഹോസ്റ്റ് പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ പരിപാലിക്കുന്നത്. സ്റ്റുഡൻസാണ് ഈ ഹോസ്റ്റ് പ്ലാന്റുകൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിലാണെങ്കിലും CMS കോളേജിലെ ആവാസ വ്യവസ്ഥയാണ് ചിത്രശലഭങ്ങളെ അടക്കം ഇവിടേക്ക് ആകർഷിക്കുന്നത്. ശലഭങ്ങൾ മാത്രമല്ല, വിവിധ ഇനം തുമ്പികളും പക്ഷികളുമെല്ലാം ഇവിടെയുണ്ട്. ടോബി ജോൺസൺ, 24, കോട്ടയം. അപ്പോൾ CMS കോളേജിൻ്റെ ആ ക്യാമ്പസും അവിടെ എത്തിയ അതിഥികളെയും നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സൊന്ന് സുഖാക്കാൻ വേണ്ടിയിട്ട് തന്ന റിപ്പോർട്ടാണ് അല്ലേ. നല്ല ഭംഗിയാണ് ചിത്രശലഭങ്ങളെയൊക്കെ കാണാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങൾ നമ്മൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിത്രശലഭങ്ങൾ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതും ഒരു മനസ്സിന് കുളിർമയുള്ള കാഴ്ചയായി മാറും. ഇപ്പോൾ വരുന്ന ചില വാർത്തകളെ കൂടി പെട്ടെന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. ആദ്യം പോകുന്നത് എവിടെയാ? കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. തിരുമമ്പാടി ആനക്കാംപൊയിൽ ജലവൈദ്യുത പദ്ധതി മേഖലയിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കുകയാണ്. എത്രത്തോളം ശക്തമായ നീരൊഴുക്കുണ്ടെന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇരുവഞ്ഞിപ്പുഴയുടെ കരകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്, ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലോ അല്ലേ, അല്പസം മുൻപാണ്. ഈ രീതിയിൽ പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവുക. ആ രീതിയിൽ കാലാവസ്ഥയൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെയുള്ള ആൾക്കാർ നല്ല ശ്രദ്ധ പതിപ്പിക്കുക. ഇതുപോലെ പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പോകേണ്ട ഇടങ്ങളൊക്കെ നേരത്തെ കണ്ടുവെക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതാണെന്ന് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചതാണ്. ഇപ്പോൾ ഇതുണ്ടായത് കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിലാണ്. മറ്റൊരു വാർത്ത കൂടി വരുന്നു. M. ശിവശങ്കറിന് ചികിത്സയ്ക്ക് പണം അനുവദിച്ചു എന്നാണ് വാർത്ത. ചികിത്സാ ചെലവിനത്തിൽ 2,35,967 രൂപയാണ് അനുവദിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം നടത്തിയ ചികിത്സക്കായാണ് ഈ പണം വിനിയോഗിക്കാൻ കഴിയുക. അജീഷ് ജയകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തിൽ നിന്നും.
അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കാട്ടാക്കട തൂങ്ങാംപാറയിൽ വിവാഹ മണ്ഡപത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ടെന്നെ ചൊല്ലിയൊരു തർക്കമുണ്ടായിട്ടുണ്ട്. കാറിന്റെ ചില്ല് ഒരു സംഘം തകർത്തു എന്നതാണ് വാർത്ത. അമ്പലത്തിൻകല സ്വദേശി ബിനീഷിനും കാറിനും നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നുകൂടി അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അജീഷ് ജയകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് സംഭവിച്ചത്? പ്രവിധ, ഇന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കാട്ടാക്കട തൂങ്ങാംപാറയിലെ ഒരു വിവാഹ സൽക്കാരത്തിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഈ വിവാഹ മണ്ഡപത്തിന് മുന്നിൽ ഈ അമ്പലത്തിൻകാല സ്വദേശി ബിനീഷും അദ്ദേഹത്തിനോടൊപ്പം വന്ന ഭാര്യയും ഈ കാറ് നിർത്തിയിട്ടിരുന്നു. ഈ കാറ് മറ്റു കാറുകൾക്ക് മുന്നിലാണ് നിർത്തിയിട്ടെന്ന് ആരോപിച്ചായിരുന്നു ഒരു സംഘം ആളുകൾ ഈ ബിനീഷിന്റെ കാറിന്റെ പിൻഭാഗത്തെ ചില്ല് അടിച്ചു തകർത്തത്. മാത്രമല്ല, ബിനീഷ് ആരോപിക്കുന്നത് ബിനീഷിന്റെ ഭാര്യയുടെ മാലയും പൊട്ടിക്കാൻ ശ്രമിച്ചതായും ആരോപിക്കുന്നുണ്ട്. ഭാര്യ 8 മാസം ഗർഭിണിയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ മറ്റു കാറുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് മുന്നിൽ തന്റെ വാഹനം ഇട്ടത് മറ്റു വാഹനങ്ങൾക്ക് പോകാൻ തടസ്സമായി എന്ന് ആരോപിച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും കട്ടക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇനി പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കാത്ത ചില അലോസര വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. KSRTC ബസ്സിൽ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം. സംഭവം കൊല്ലം തിരുവനന്തപുരം ബസ്സിൽ. കൊല്ലം സ്വദേശി രൂപേഷ് റിമാൻഡിൽ. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിച്ചത് യാത്രക്കാർ. ബസ് യാത്രയ്ക്കിടെ നിയമ വിദ്യാർത്ഥിനിയെ കടന്നു പിടിച്ച സർക്കാർ ജീവനക്കാരൻ അറസ്റ്റിൽ. പിടിയിലായത് മൈലപ്ര സ്വദേശി സുരാജ്. സംഭവം കോട്ടയം തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ്സിൽ. എറണാകുളം കടവന്ത്രയിൽ മദ്യപിക്കാനെത്തിയയാൾ ബാറിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. മരിച്ചത് വൈറ്റില പൊന്നുരുണ്ണി സ്വദേശി ക്രിസ് ജോർജ്. മൃതദേഹത്തിന് സമീപത്തു നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാർ നേരത്തെ നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ പറഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, ലിഫ്റ്റിൽ കുടുങ്ങിയ ആളുടെ കാര്യം എന്താണ് പറയാത്തത്. അപ്പോൾ വിശദമായ അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റിംഗ് ഓപ്പറേറ്റർമാർക്കും ഡ്യൂട്ടി സർജന്റ് എന്നിവർക്കുമെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയിലേക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത്. ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിട്ടുണ്ട്. സദാസമയം തിരക്കുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരാൾ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശിയും CPI പ്രാദേശിക നേതാവുമായ രവീന്ദ്രൻ നായർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയത്. ചികിത്സ കഴിഞ്ഞ് OP കൗണ്ടറിന് സമീപത്തെ 11 നമ്പർ ലിഫ്റ്റിൽ കയറി. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ബട്ടൺ അമർത്തിയതിന് പിന്നാലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി. രവീന്ദ്രനെ കാണാതായതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പരാതി നൽകി. ഇന്ന് രാവിലെ ജീവനക്കാരനെത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് രവീന്ദ്രനെ കാണുന്നത്. ലിഫ്റ്റിൽ സുരക്ഷാ സംവിധാനങ്ങളോ സമീപത്ത് CCTVയോ ഉണ്ടായിരുന്നില്ലെന്ന് രവീന്ദ്രന്റെ മകൻ 24-നോട് പറഞ്ഞു. അറിയാം, അപ്പോൾ ലിഫ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ അതിൽ കയറില്ല. ഇത് ഓപ്പറേറ്റിംഗ് ആണെന്നുള്ളത് കൊണ്ടും ഇത് വർക്കിംഗ് ആയിട്ടാണ് അതിനകത്ത്, വർക്കിംഗ് സിറ്റുവേഷനിലാണ് അതിനകത്ത് കയറുന്നത്. 2 ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ആരും അറിഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരെയാണ് നടപടി. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. അപ്പോൾ അതാണ് ആ റിപ്പോർട്ട്. അപ്പോൾ അതിൽ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ കമന്റ്സിലേക്കാണ്. വളരെ പെട്ടെന്ന് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. നാളത്തെ അവധി ചോദിച്ച് ഒരുപാട് പേർ അധികം ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പോൾ പ്രത്യേകിച്ച് അവധിയൊന്നും നാളത്തേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഇന്ന് പാട്ടുകൾ പാടാൻ പറ്റുമോ എന്നൊക്കെ ഒരാൾക്ക് ചോദിക്കുന്നുണ്ട്. കറണ്ടില്ലാത്ത പലയിടങ്ങളിലും കറണ്ടില്ല എന്ന കാര്യം ഒരുപാട് പേർ പറയുന്നത്. റീന സതീഷിനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട് കറണ്ടില്ല എന്ന കാര്യം പറയുന്നു. ഷെമി സുലൈമാൻ, തുടക്കത്തിൽ നിങ്ങളുടെ പിറകിൽ 2 സെറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് കാണുന്നില്ല, എങ്ങോട്ടേക്ക് മാറ്റി? മാജിക് അല്ല, നമുക്ക് കുറേ സീൻസ് ഉണ്ട് നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ. പലയിടങ്ങളിലായിട്ട് നമുക്ക് ഈ ഫ്രെയിംസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അറിയുന്നത് പോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനത്തിൽ തയ്യാറാക്കിയൊരു സ്റ്റുഡിയോ ആണ് ഇവിടുത്തെ ഗ്രാഫിക്സ് വിദഗ്ധർ. അങ്ങനെ നമുക്ക് മാറ്റി ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് ടെക്നിക്, അതാണ് മാജിക്. അതുകൊണ്ടാണ് 24-ന്റെ മാജിക് സ്ക്രീൻ ആണെന്ന് പറയുന്നത്.
തള്ളി മറിക്കാൻ ഒരുപാട് പ്രേക്ഷകര് പലയിടത്തും കറണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. Yes. അപ്പോൾ മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഫോണിന്റെ ചാർജ് തീരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിബീഷ് വിശേഷങ്ങൾ പറയുന്നുണ്ട്, പ്രവീൺ പ്രവിത കൊള്ളാം, സൂപ്പർ പ്രോഗ്രാം ആണ്, എനിക്കൊന്ന് വിബീഷ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കമന്റ്സും വിശേഷങ്ങളും ഒക്കെ ഇതുപോലെ കമന്റ് ബോക്സിൽ മാത്രമല്ല നേരിട്ട് സ്ക്രീനിലെത്തി, നമ്മുടെ മാജിക് സ്ക്രീനിൽ നേരിട്ടെത്തി നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ അതിനായത് ആ ഒരു കാർഡ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഒരു QR കോഡാണ്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വഴി നേരിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അതിനിപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കിട്ടാത്തവർ നേരെ നമ്മുടെ 24ന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ പോവുക. അവിടെ ഈ QR കോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ സൂമിലേക്കായിരിക്കും കണക്റ്റ് ആവുക. അപ്പം നല്ല റേഞ്ചുള്ള സ്ഥലത്തിരുന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് നിങ്ങളെ നല്ല ക്ലിയർ ആയിട്ട് പ്രേക്ഷകർക്കും കാണാൻ പറ്റും. നിങ്ങളെ കാത്തിരിക്കുകയാണ് നമ്മളിവിടെ. പെട്ടെന്ന് വിളിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നേരെ ഒരു വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോകാൻ തോന്നുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 10 മണിയോടുകൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കണ്ണൻദേവൻ പെട്രോൾ പമ്പ്, കണ്ണൻദേവൻ ടീ ഔട്ട്ലെറ്റ് എന്നിവയ്ക്ക് സമീപമാണ് ഇടിഞ്ഞത്. രാഹുൽ വിജയൻ തത്സമയം ചെയ്തുകൊണ്ട് വിവരങ്ങളുമായി. രാഹുൽ, കനത്ത മഴയുണ്ട് ആ മേഖലയിൽ നിന്നറിയാം. എന്താണ് ഇവിടെ സംഭവിച്ചത് മാട്ടുപ്പെട്ടി റോഡിൽ? പ്രവിത, അല്പസമയം മുമ്പാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. മൂന്നാർ മേഖലയിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ്, തോരാത്ത മഴയായിരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ടീ ഫാക്ടറിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തിരുന്നില്ല മണ്ണിടിച്ചിൽ, അതും ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ അതുവഴി ഉണ്ടായിരുന്നില്ല താനും. എന്തായാലും മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ അവിടുന്ന് രാഹുൽ, അത് ഈ ഗ്യാപ്പ് റോഡിലാണ്. അവിടെ മരങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? മൂന്നാർ മേഖലയിൽ പൊതുവെ ശക്തമായ കാറ്റാണ് വീശുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാപ്പ് റോഡിന്റെ വശങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്നതും കുഞ്ഞു വീഴുന്നതുമായ സാഹചര്യം ഉണ്ടായത്. ലൈൻ കമ്പികൾ ഉൾപ്പെടെ, അതായത് കറണ്ട് കമ്പികൾ ഉൾപ്പെടെ പൊട്ടി റോഡിൽ തടസ്സമായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതൊക്കെ മാറ്റി ഗതാഗതം പുലർച്ചെയാകുമ്പോഴേക്കും സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് താനും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രിയാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല റോഡിൽ നേരത്തെ തന്നെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. മഴ ശക്തമാകുന്ന സമയത്ത് യാത്രകൾ പാടില്ല. കാരണം എപ്പോഴും ഭാഗത്ത് പല വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി രാഹുൽ, ടെലിഫോൺ ലൈനിൽ വ്യക്തതക്കുറവുണ്ട്. എന്തായാലും മണ്ണിടിച്ചിലുണ്ട്, ഒപ്പം മരം കടപുഴകി വീഴുന്നുണ്ട് ആ മേഖലകളിൽ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്, മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം. ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ജാഗ്രത പാലിക്കുക. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം മഴയോടൊപ്പം പനി പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപിക്കുകയാണ്. എങ്ങനെയാണ് ഡെങ്കിപ്പനി പടരുന്നത്, പ്രതിരോധിക്കാൻ എന്തു ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഡോക്ടർ സൗമ്യ സരൺ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഡോക്ടർ ഇൻ നമ്മുടെ കേരളം ഇന്ന് പലതരം പനികളുടെ പിടിയിലാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഡെങ്കിപ്പനി. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മതി നമ്മുടെ വീട്ടിൽ ആരെയും ഡെങ്കിപ്പനി ബാധിക്കാതിരിക്കാൻ. ഈഡിസ് കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പടർത്തുന്നത്. ഇത് നമ്മളെ കടിക്കുന്നതോ രാത്രിയിലല്ല, രാവിലെയാണ്. ഇത് ഉണ്ടാവുന്നത് എവിടെയാണ്? ഇതിനധിക ദൂരം പറക്കാനുള്ള കഴിവില്ല. 50 മുതൽ 100 മീറ്റർ വരെ മാത്രമേ ഇതിന് പറക്കാൻ സാധിക്കൂ. അതിന്റെ അർത്ഥം നമ്മുടെ വീടും പരിസരവും ശുചിയായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊതുകിനെ തുരത്താൻ സാധിക്കും. ഇതുണ്ടാവുന്നത് ശുദ്ധജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന്റെ പിന്നിലുള്ള ആ ഒരു ട്രേയിലെ വെള്ളം മുതൽ ഇത് പെറ്റുപെരുകാനുള്ള കാരണങ്ങളാണ്. നമ്മുടെ സൺഷെയ്ഡിലുള്ള വെള്ളം, നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ അശ്രദ്ധമായിട്ട് വലിച്ചെറിയുന്ന പല സംഗതികൾ, ചിരട്ട, ടയറ്, പല പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അങ്ങനെയുള്ള പല സംഗതികളിലും കെട്ടി നിൽക്കുന്ന ശുദ്ധജലം. കാരണം ഇപ്പം മഴക്കാലമാണ്, ശുദ്ധജലമാണ് വരുന്നത്. അത് കെട്ടി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയൊക്കെയാണ് ഇത് പെറ്റുപെരുകുന്നത്. ഒരു 5 മില്ലി വെള്ളം മതിയത്രേ 300-ലധികം കൊതുകുകൾ പെറ്റുപെരുക. സോ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിന്റെ സോഴ്സ് റിഡക്ഷൻ, അതായത് ഈ കൊതുകുകൾ പെറ്റുപെരുകുന്ന ഇത്തരത്തിലുള്ള ശുദ്ധജലം കെട്ടി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ വീട്ടിലും വീട്ടു പരിസരത്തും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൊതുകുകളിൽ പരത്തുന്നതാണ്. അപ്പോൾ അതിൽ എന്താണ് കൊതുക് നിർമ്മാർജ്ജനം എന്നോ തൊട്ട് പറയുന്നുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെങ്കിപ്പനി പലയിടങ്ങളിലായി പടർന്നു പിടിക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞത്. മിനി നായർ പറയുന്നു, ഹായ് പ്രജൻ പ്രവിത, ഞാൻ ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് സ്വരാജ് 6 മണിക്ക് ശേഷം കറണ്ടില്ല, ഭയങ്കര കാറ്റും മഴയും, പലയിടത്തും റോഡിലേക്ക് മണ്ണിടിച്ചിൽ എന്ന് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി കൃഷ്ണ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്.
ഞങ്ങളെ വേണോ എങ്കിൽ കമന്റ് വായിക്കുന്ന മിനി ബാബു നിങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം. മിനിമം നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ അറിയോ? പ്രജനൻ പ്രവിത, എന്റെ മനസ്സ് 24-ൽ കുടുങ്ങിപ്പോയി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. ഫയർഫോഴ്സിനെ വിളിക്കുമോ? ഇല്ല, വിളിക്കില്ല, അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രേക്ഷകർ അങ്ങനെ നമ്മുടെ സ്നേഹം നമ്മളെ അറിയിക്കുന്നുണ്ട്. അഷ്റഫ് കെ വി പറയുന്നു, കണ്ണൂരിൽ കനത്ത കാറ്റും മഴയും ഉണ്ട്, അവിടെ കറണ്ടില്ല എന്ന് പറയുന്നു അഷ്റഫ് കെ വി. അത് ഏത് ഭാഗത്താണ് അഷ്റഫ്? അതോട് പറയും. അഭിരാമി പറയുന്നു, ഹലോ പ്രജിൻ ചേട്ടാ, പ്രവിത ചേച്ചി, രണ്ടുപേർക്ക് സുഖല്ലേ? രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, എന്തിനു വേറെ സൂര്യോദയം എന്ന പാട്ട് പാടുമോ? സ്നേഹം അതാണ് അല്ലേ, നമ്മൾ ചോദിക്കുന്നുണ്ട് കൃത്യമായി ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. ഇന്നും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി ഷോ കഴിഞ്ഞിട്ട് വേണം കഴിയാൻ. പ്രവിത കഴിച്ചു? അതെ, ഞാൻ കഴിച്ചു. പിന്നെ നാളത്തെ അവധി, അതെ നാളെ പൊതു അവധിയാണ്. നമ്മൾ പറഞ്ഞത് മഴയുമായി ബന്ധപ്പെട്ട അവധിയില്ല എന്നുള്ളതാണ്. നാളെ പൊതു അവധിയാണ്, മുഹറമാണ്, അതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ. ധന്യ വിആർ പറയുന്നു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, വിഷയം പിന്നെന്താ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ധന്യ. മറ്റൊരു പ്രേക്ഷകർ കൂടി പറയുന്നുണ്ടായിരുന്നു ബർത്ത്ഡേ, അപ്പോൾ എനിക്ക് പേര് കിട്ടുന്നില്ല. എനിവേ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. യെസ്. അപ്പോൾ ആ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നു, അതോട് പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് നമുക്കൊന്ന് കൊടുക്കാം. അത് കൊല്ലം പത്തനാപുരത്ത് നിന്നാണ്. വയോധികൻ തോട്ടിൽ വീണ് മരിച്ചു എന്നാണ് വാർത്ത. പത്തനാപുരം പള്ളിമുക്ക് മാമൂടിന് സമീപം വയോധികൻ തോട്ടിൽ വീണ് മരിച്ചു. അബ്ദുൾ അസീസ് എന്നാണ് പേര്. 73 വയസ്സുണ്ട്. വീട്ടിലേക്ക് പോകാൻ തോട് മുറിച്ചു കടക്കവേ ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ സമയങ്ങളിൽ, ശക്തമായി ഒഴുക്കുള്ള സമയങ്ങളിലൊക്കെ ഈ തോടിൻ്റെ അടുത്തും നദിയുടെ അടുത്തൊക്കെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ കുട്ടികളെയും പ്രായമായവരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഒറ്റയ്ക്കൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതിന് അനുവദിക്കാതിരിക്കുക, കൂടെ പോവുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവിച്ചത് വലിയൊരു ആപത്താണ്. ഒരാളുടെ ജീവൻ നഷ്ടമാകുന്നൊരു സംഭവം. അത് കൊല്ലം പത്തനാപുരത്ത് നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി യാത്രക്കാർ അറിയേണ്ട പ്രത്യേകമായൊരു കാര്യമുണ്ട്. കൊങ്കൺ പാതയിലെ രത്നഗിരി സെക്ഷനിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 4 ട്രെയിനുകൾ റദ്ദാക്കി. ഇന്ന് ലോകമാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ബുധനാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യ തിലകിലേക്കുമുള്ള നേത്രാവതി എക്സ്പ്രസ് റദ്ദാക്കി. ഇന്നത്തെ ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ചയിലെ കൊച്ചുവേളി ലോകമാന്യ തിലക് ഗരീബ് രഥും സർവീസ് നടത്തില്ല. നിസാമുദ്ദീൻ തിരുവനന്തപുരം, രാജധാനി നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, കൊച്ചുവേളി ഷൊർണൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി, എറണാകുളം അജ്മീർ മരുസാഗർ എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുമുണ്ട്. അപ്പോൾ റദ്ദാക്കിയ ട്രെയിനുകളും വഴിതിരിച്ചിട്ട ട്രെയിനുകളും ഒക്കെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഈ പറഞ്ഞ ട്രെയിനുകളിലാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് നോക്കുക. നമ്മൾ ഇന്നത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊക്കെ കുറേ കമന്റുകൾ വരുന്നുണ്ട്. ഇതാ അക്ഷയരാജ് പറയുന്നു, കോസ്റ്റ്യൂം നൈസ് ആണ്, സ്റ്റൈലിഷ് ന്യൂസ് ആങ്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഉദയകുമാർ പറയുന്നു, മിസ്റ്റർ പ്രജിൻ ആൻഡ് പ്രവിത, നിങ്ങൾ രണ്ടുപേരുടെയും പാട്ട് വളരെ നല്ലതാണ്. പ്ലീസ് പാടുന്ന പാട്ട് കംപ്ലീറ്റ് പാടിയാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഉറക്കം വിളിച്ചിരിക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട് ഉദയകുമാർ ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് തന്നതിന്. പക്ഷേ നമ്മൾ ഫുൾ പാട്ട് പാടി കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ആകെ 1 മണിക്കൂറേ ഉള്ളൂ. അത്രയും സമയം പോകും. നമ്മുടെ വാർത്തകൾ അത് പ്രധാനപ്പെട്ടതാണല്ലോ, അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ അതല്ലാതെ സ്റ്റോറീസ് ഉണ്ട്, അതെല്ലാം എത്തിക്കണം. അങ്ങനെ ഒരു മിക്സ് ആണല്ലോ നമ്മുടെ. നമ്മൾ സ്പെഷ്യൽ സ്റ്റോറീസ് ഉണ്ട്. സാധാരണ ഒരു വാർത്താ ബുള്ളറ്റിൻ പോലെയല്ല. പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അപ്പോൾ വരുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചില സ്റ്റോറീസും ഉണ്ടാകും. ലക്ഷ്മി കൃഷ്ണ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നവജാത ശിശു കേൾവി പരിശോധന സംവിധാനമില്ല, ശലഭം പ്രോഗ്രാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നൊരു ആക്ഷേപം പറയുന്നുണ്ട് ലക്ഷ്മി കൃഷ്ണ. അത് അന്വേഷിക്കാം ലക്ഷ്മി, അതെന്താണെന്ന് നമുക്ക് ആലപ്പുഴയിലെ മനീഷ് മഹിപാലോട് ചോദിക്കാം, എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത്. PC വ്ലോഗ് പറയുന്നുണ്ട്, പ്രവാസിയായി ഞങ്ങൾക്ക് നാട്ടിൽ മഴയും കാറ്റും നാശം വിതയ്ക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത ഭയമാണ് എന്ന് പറയുന്നു. വിജയൻ ഒരു പരാതി പറയുന്നുണ്ട്. പ്രവിത ചേച്ചിക്ക് ഇപ്പോൾ നമ്മളെ ഒന്നും കണ്ണിൽ പിടിക്കാതായി എന്ന് പറയുന്നുണ്ട്. എന്താണോ? ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈ കമന്റ്സ് വായിക്കുമ്പോഴേ ഇതിങ്ങനെ നോക്കി വേണമല്ലോ വായിക്കാൻ, അപ്പോൾ ചിലത് കയറിപ്പോവും. അപ്പം അങ്ങനെ മിസ്സായി പോകുന്നതാണ്. യെസ്, അപ്പോൾ നമുക്ക് കമന്റ്സ് ഒക്കെ പോരട്ടെ. ഇനിയും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്, വായിക്കാം. അതിന് മുമ്പ് ഒരു റിപ്പോർട്ടിലേക്കാണ്. നമുക്ക് ഒന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്കെന്ന് വെച്ചാൽ ഇന്ത്യ കടന്നു പോവാം. കാനഡ, അമേരിക്ക, കാനഡ. വേറിട്ട സംസ്കാരങ്ങളുടെ സംഗമവേദിയായി കാനഡയിലെ കിച്ചണറിൽ നടന്ന മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് 57ാമത്തെ വർഷമാണ് വിക്ടോറിയ പാർക്ക് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. മീനു ചെല്ലാടൻ അവിടെ നിന്ന് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു പിടി കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവലിന് തിരശീല വീണത്.
കിച്ചണറിലെ വിക്ടോറിയ പാർക്കിൽ നടന്ന മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ തികച്ചും ആ പേരിനെ അനുവർത്ഥമാക്കുന്ന ഒന്നായിരുന്നു. കലകളുടെയും സംസ്കാരങ്ങളുടെയും സമന്വയം. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടന്ന കലാപ്രകടനങ്ങൾക്ക് പുറമെ ഓരോ നാട്ടിലെയും രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യശാലകളും കരകൗശല വിൽപ്പനശാലകളും ഫെസ്റ്റിവലിനെ മനോഹരമാക്കി. തികച്ചും അപരിചിതരായവർ ഒരേ മൈതാനത്ത് ഒത്തുകൂടി ആടിയും പാടിയും തങ്ങളുടെ സംസ്കാരങ്ങൾ പരസ്പരം പങ്കുവച്ചും ഫെസ്റ്റിവൽ കാഴ്ചകൾ അങ്ങനെ നീളുകയാണ്. മീനു ചേലാടൻ, 24 USA. അപ്പം അതാണ് കാനഡയിലെ വിശേഷം. കിച്ചണറിൽ നിന്ന് മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർക്കാണ്. നഫ്ല പറയുന്നുണ്ട്, എൻ്റെ പാരൻസിനെ വിഷ് ചെയ്യുമോ? വെഡിങ് ആനിവേഴ്സറി ആണ്, 23rd വെഡിങ് ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛനമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. നമുക്കിതാ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി നേരിട്ട് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ, നേരിട്ട് വെച്ചാൽ സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും പാർവതിയാണ്. പാർവതി, ഹായ്. എവിടെ പാർവതി? എവിടെ വരുന്നില്ലല്ലോ. ഹായ് പാർവതി. പാർവതിയെ പാറു എന്നല്ലേ വീട്ടിൽ വിളിക്കാം? അതാണ്. അപ്പം പാർവതി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി. ഞാൻ വിചാരിച്ചേ, കണ്ടപ്പോ കുഞ്ഞു കുട്ടിയെ പോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ട് 10th ഒക്കെ ആയിരിക്കുമെന്ന്. ഏത് സബ്ജക്റ്റാ നമ്മള് പഠിക്കുന്നത്? BSc സുവോളജി. നമ്മൾ അല്പം മുൻപല്ലേ ഒരു സുവോളജി ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ആണോ ചിത്രശലഭങ്ങളുടെ സ്റ്റോറി? അതെ, CMS കോളേജിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ പഠിക്കുന്നത് വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജ് ആണോ? സ്റ്റഡി ഓഫ് ബട്ടർഫ്ലൈസ് എന്താ പറയാ ടേം? സുവോളജിക്കാരി എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ പറയൂ പാർവതി. വീട്ടിലിപ്പോ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ കിടന്നു. അമ്മ ഞാൻ കോളിലാണെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 24 സ്ഥിരം കാണാറുണ്ടോ പാർവതി? ഉണ്ട്, എപ്പോഴും കാണും. ഞാൻ മോർണിംഗ് KM സാറിന്റെ ന്യൂസ് കാണും. പിന്നെ ഞാൻ ഒരു 2-3 വീക്സ് മുമ്പാണ് ഗുഡ് നൈറ്റ് ന്യൂസ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും കാണാൻ പറ്റില്ല, കോളേജ് ഉള്ളത് കൊണ്ട്. എന്നാലും എനിക്ക് രാത്രി പുരാണവും പിന്നെ പ്രേത കഥയൊക്കെ കേൾക്കുന്ന ഇഷ്ടമാ. കണ്ടോ, അപ്പൊ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അതിനെ പേടിയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. പാർവതി, കുറെ പ്രേക്ഷകരെ ഈ പ്രേത കഥയൊക്കെ എല്ലാവർക്കും പേടിയാന്നാ പറഞ്ഞത്. ഇപ്പം പാർവതിയെ കണ്ടപ്പോ നമുക്ക് സമാധാനമായി. കഥകളുണ്ടെന്നാ പറയുന്നത് അല്ലെ? കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും തോന്നുന്നു അല്ലേ പാർവതി? പാർവതി കഥ എഴുതുന്ന ആളാണോ? ഏതില്ല, എനിക്കിങ്ങനെ കേട്ടിരിക്കാനും മിസ്റ്ററീസ്, അങ്ങനെ ഓരോ കഥകള്, ഓരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടാ. വയനാട് ഒരു കരിന്തണ്ടിന്റെ ഒരു കഥ, ഒരു അത് എനിക്ക് അങ്ങനെയുള്ള കഥകളൊക്കെ ഇഷ്ടമാ. അതെ. നാളെ കോളേജിലല്ലോ അല്ലേ? നാളെ എന്താ പരിപാടി? നാളെ എനിക്ക് റെക്കോർഡൊക്കെ കംപ്ലീറ്റ് വരയ്ക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ നാളെ കംപ്ലീറ്റ് ചെയ്യാ. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ, സുഹൃത്തുക്കളോടും ചോദിച്ചാൽ പറയാം. ഫാമിലിക്കൊക്കെ ഹായ് പറയോ? പറഞ്ഞു തന്നെ പറഞ്ഞോളൂ. ഞാൻ പഠിച്ചത് ശ്രീഗോകുലം സ്കൂളിലാണ്, ഇവിടെ വളമംഗലത്ത്. അപ്പൊ അവിടെയുള്ള ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരു ഹായ് പറയണം. നമ്മള് പറയണോ? അപ്പൊ എല്ലാ ഫ്രണ്ട്സ്, പാർവതിയുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഹായ്. പാർവതി അറിയുന്ന എല്ലാവർക്കും വലിയ ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച് പാർവതി ഫോർ കോളിംഗ്. ഇനിയും കാണുക കേട്ടോ ഷോ. ബൈ. അതെ, ആലപ്പുഴയിൽ നിന്ന് പാർവതിയാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേർന്നത്. അപ്പം നമുക്ക് സന്തോഷം അല്ലെ പാർവതിയെ കണ്ടപ്പം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ് പാർവതി. യെസ്. വിദൂരേ നീലാത്താരമായി നീ മിഴിച്ചിമ്മി നിന്നിടുമോ? വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. വരും നേരമെന്നോടു ചേരേണമെൻ ജീവനേ നീ. അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം
എന്താ ഇപ്പൊ ഒരു പാട്ട്? അല്ല, ഇത് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മഴ, രാത്രി എന്നൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് എനിക്ക് ഈ പാട്ട് പാടാൻ തോന്നി. പിന്നെ ഒരുപാട് പ്രേക്ഷകർ നേരത്തെ ഒരുപാട് പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ പാടിയതാ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഷാല് പറയും, നിങ്ങളുടെ പരിപാടി സൂപ്പറാണ് ചേച്ചി, പാടുമ്പോൾ ചേട്ടനെ ഒന്ന് നോക്കണം. ചേട്ടൻ നോക്കുമ്പോൾ ചേച്ചി നോക്കുന്നില്ല. കണ്ടോ, അതാണ്. അതോടൊപ്പം പ്രവിത റിമെമ്പറിങ് അങ്കമാലി ഫ്രാൻസിസ് മത്തായി ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണെന്ന് പറയൂ കേട്ടോ. എനിക്കറിയില്ല, ഫ്രാൻസിസ് തന്നെ പറയട്ടെ എന്താണെന്ന്. അനിൽകുമാർ പറഞ്ഞു, ന്യൂസ് അവതരണം തികച്ചും മെക്കാനിക്കലായി അവതരിപ്പിക്കുന്ന മറ്റു മാധ്യമങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന 24 ലൈവ്. താങ്ക് യു. പിന്നെ ലോങ് റോഡ് ട്രാവൽ പറയുന്നു, നിങ്ങളുടെ പാട്ടും പാടി ഇരുന്നോ, കേരളം വെള്ളത്തിൽ മുങ്ങി എന്ന് പറയുന്നു. നമ്മള് കൃത്യമായിട്ട് വാർത്തകൾ എത്തിക്കുന്നുണ്ടല്ലോ. അനുപീട്ടർ പറഞ്ഞു, നമ്മുടെ ഒന്നും കമന്റ് കണ്ട പാവമില്ല എന്ന്. കണ്ടല്ലോ. റാന്നി, ഞങ്ങളുടെ സ്ഥലത്തെ ആഞ്ഞിലമരം വീണു, തൊട്ടടുത്ത വീടിന്റെ അടുത്തേക്കാണ്, നാശനഷ്ടമൊന്നുമില്ല, കറണ്ട് ഇല്ല, ഫാമിലി തന്നെയാണ് എന്ന് പറയുന്നു. ബിജു മാത്യു ആണ് ആ വാർത്ത പറയുന്നത്. അങ്ങനെ വാർത്തയും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നിറയുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. വിനോദ് പറയുന്നു, 24-ൽ വാർത്ത നൽകാൻ എന്ത് ചെയ്യണം? നമ്പർ ചോദിച്ചാൽ ഗൂഗിൾ പോലും പകച്ചു പോകുന്നത്. എന്തിനാ ഗൂഗിളിൽ ചോദിക്കുന്നത്? എവിടെയാണ് സ്ഥലം, വിനോദിന്റെ സ്ഥലം എന്നുള്ളത് വിനോദ് പറയുക. അപ്പൊ ആ റിപ്പോർട്ടറിനെയാണ് വിനോദ് കോൺടാക്ട് ചെയ്യേണ്ടത്, നമ്മളെ നേരിട്ട് ഇങ്ങോട്ടേക്കല്ല. അപ്പൊ ജില്ല ഏതാണെന്ന് ഗൂഗിളിൽ നിങ്ങൾ എങ്ങനെയായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടേണ്ടതാണ്. ഇപ്പോൾ വയനാടാണെങ്കിൽ വയനാട് 24 റിപ്പോർട്ടർ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഒക്കെ കിട്ടും. ഷാഫി പറയുന്നുണ്ട് കേട്ടോ, പിള്ളേരുടെ ഉറക്കം കളഞ്ഞുള്ള ഈ വിളി ഞാൻ നാളെ SK-നോട് പറഞ്ഞു കൊടുക്കും, ഉറപ്പാണെന്ന്. നേരത്തെ ആക്കിയാൽ കുട്ടികൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വരുന്നത് ആ ടൈമിലേക്കാണ്. അത് നേരത്തെ SK കാര്യം വ്യക്തമാക്കിയതാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ സ്നേഹം, അവരുടെ കമന്റ്സ്, അവരുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു കോളറിലേക്ക് പോവാൻ തോന്നുന്നു. ഒരു പ്രേക്ഷകൻ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നാണ്. നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നു അജയൻ. ഹായ്, ഹലോ, എവിടെ വരട്ടെ? നമസ്കാരം അജയൻ ചേട്ടാ. അജയൻ ചേട്ടന് ഫാമിലി ഉണ്ടല്ലോ കൂടെ. ചേച്ചി ഉണ്ടല്ലോ. ചേച്ചിയുടെ പേരെന്താ? മായ ചേച്ചിയും അജയൻ ചേട്ടനും. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങളെ. ആഹാ, സന്തോഷം. തിരുവനന്തപുരത്ത് എവിടെയാണ്? ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരും, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാരും ഇഷ്ടമാ. എന്നും കാണുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂസ് ഏതാ? എന്നും കാണും. അങ്ങനെ ഉറക്കെ പറ അജയൻ ചേട്ടാ, എല്ലാവരും കേക്കട്ടെ. ഞാൻ ചോദിച്ചത് തിരുവനന്തപുരത്ത് എവിടെയാണ് പറ്റിയതാണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ മനസ്സിലാക്കി ഇത് ഒറിജിനലാണ്. ട്രൈ ചെയ്യുന്നു. അത് റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ചേട്ടാ കിട്ടാത്തത്. ചേട്ടാ തിരുവനന്തപുരത്ത് എവിടെയാ? ഞാൻ കുറച്ചു നേരമായിട്ട് ചോദിക്കുന്നു. ഞങ്ങള് വെമ്പായം എടുത്താണ്. അലക്സിറ മുഹമ്മദിന്റെ സുഹൃത്താണ്. അലക്സിനോട് പറയാം അതിന് വിളിച്ച കാര്യം. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ? മക്കളുണ്ട്, രണ്ടുപേര്, 2 ആൺപിള്ളേര്. എന്ത് ചെയ്യുന്നു അവരൊക്കെ? ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഒരാൾ 8ാം ക്ലാസ്സില്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നു, സെക്രട്ടേറിയറ്റ് സ്റ്റാഫാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ തന്നെ. അത് വലിയ ജോലിയാണ്, വലിയ ഉത്തരവാദിത്തമാണ് അല്ലേ? സ്റ്റിച്ചിങ്. നന്നായി. അപ്പോ എല്ലാ ദിവസവും നമ്മുടെ ഷോ കാണാം. കേട്ടില്ലേ ചേച്ചി? നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ധൈര്യം. അപ്പൊ തുടർച്ചയായിട്ട് നമ്മുടെ പരിപാടി ഇനിയും കാണണം. കേട്ടില്ല. ഉന്മേഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇടുക്കിയിൽ ഇപ്പൊ തിരുവനന്തപുരം താമസിക്കുന്നതാണ്. അപ്പൊ ഉന്മേഷിന്റെ നാട്ടുകാരും കൂടിയാണ്. ഒരേ നാട്ടുകാരായതിന്റെ സ്നേഹം കൂടിയുണ്ട്. ഉന്മേഷ് കേൾക്കുന്നുണ്ട് കേട്ടോ. ഉന്മേഷ് അത് കേട്ടോണ്ട് ഇപ്പൊ എനിക്ക് ഒന്ന് ചിരിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട്. കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. ഉന്മേഷിനെ അറിയാം, എന്നെ അറിയാം. പറയാം ചേട്ടൻ വിളിച്ച കാര്യം പ്രത്യേകം പറയാം. ഉന്മേഷ് കാണുന്നുണ്ട്, ഉന്മേഷ് അത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിന് നന്ദി. ശുഭരാത്രി രണ്ടുപേർക്കും. ഗുഡ് നൈറ്റ്. അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്ത് അജയൻ ചേട്ടനും മായ ചേച്ചിയുമാണ് വിളിച്ചത്. നമുക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരെ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് മട്ടാഞ്ചേരി. അവിടെ തെരുവുകളിൽ ഗസൽ മഴ പെയ്യിപ്പിക്കുന്ന നിരവധി സംഗീത സൗഹൃദ സംഘങ്ങളുണ്ട്. നമ്മൾ ആ സിനിമയിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു മൂഡ് അങ്ങനെയാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ ഗസൽ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നിതിൻ അംബുജൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. പോവാം.
പ്രണയവും വിരഹവും മുതൽ മനസ്സിനെ കുളിരണിയിക്കുന്ന ഗസൽ മട്ടാഞ്ചേരിയിലെ രാവിനെ സംഗീത സാന്ദ്രമാക്കുകയാണ് കൊച്ചിൻ മ്യൂസിക് സോൺ ഗായക സംഘം. പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്ന, വേദികൾ ലഭിക്കപ്പെടാതെ പോകുന്ന കലാകാരന്മാർക്ക് ഒരു അത്താണിയാണ് ഈ സംഘടന എന്ന് പറയുന്നത്. അവർക്കൊക്കെ ഒരുപാട് കലാകാരന്മാരെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കൊച്ചിയുടെ പ്രൊഫഷണൽ കലാവേദികളിൽ നല്ല രീതിയിൽ പാട്ടുകൾ പാടുന്ന ഒരു പറ്റം കലാകാരന്മാരെ വളർത്തിയെടുക്കുവാൻ ഇന്ന് കൊച്ചിൻ മ്യൂസിക് സോണിന് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകളിൽ കേട്ടിരുന്ന മനം കവർന്ന ഉമ്പായി ഗസലുകൾ, മെഹബൂബാബായുടെ പഴയകാല ഗാനങ്ങൾ, ഗസൽ മെഹഫിലുകൾ അന്യം നിന്നു പോകാതെ ഇന്നും തലമുറകൾ ഏറ്റുപാടുന്നു. മട്ടാഞ്ചേരിയുടെ തെരുവുകൾ സംഗീത സാന്ദ്രമാണ്. സന്ധ്യകൾ എപ്പോഴും സംഗീത സാന്ദ്രം തന്നെയാണ്. അത് കൊച്ചിയിലെ കലാകാരന്മാരുടെ ബാഹുല്യമാവാം, കലയോടുള്ള സംഗീതത്തോടുള്ള ആഭിമുഖ്യമാവാം, അതിനോടുള്ള സ്നേഹമാവാം. അതൊക്കെ കൊണ്ട് തന്നെ കൊച്ചിയുടെ തെരുവുകൾ പലപ്പോഴും അതിൻ്റെ തട്ടിൻപുറങ്ങൾ സംഗീത സാന്ദ്രമാണ് സന്ധ്യയാവുമ്പോൾ. അതിലൊന്നാണ് ഞങ്ങളുടെ ഈ സംഘടന. എന്നും വൈകുന്നേരങ്ങളിൽ ആരംഭിക്കുന്ന സംഗീത കൂട്ടായ്മ പിന്നീട് രാത്രി വരെ നീളും. ഞങ്ങളിവിടെ ഇത് തുറന്നിട്ട് ഒരു 5 വർഷത്തിലധികമായി. ഏതാണ്ട് 50ഓളം കലാകാരന്മാർ ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവർക്ക് ഇവിടെ വരുവാനും പാട്ടുകൾ പാടി പ്രാക്ടീസ് ചെയ്യുവാനും ഒക്കെ ഉള്ള അവസരം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു കൂട്ടായ്മ, ആ ഒരു സംഗീതത്തിൻ്റെ സൗഹൃദം ഒരുക്കുന്ന ആ ഒരു സന്തോഷം എല്ലാ ദിവസവും പകർന്നു നൽകുന്നതിന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയാറുണ്ട്. ക്യാമറമാൻ നിഖിൽ നിളയോടൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഇനിയും നിങ്ങളുടെ അടുത്ത് ഒരുപാട് വിശേഷങ്ങളും ഒപ്പം നല്ല റിപ്പോർട്ടുകളും ഒക്കെ എത്തിക്കാനുണ്ട്. ഞാൻ നാളെ 10:30 കാണുക. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. നന്നായി ഉറങ്ങുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.